ഈ സമയത്തൊന്നും ആരും ഇവിടെ ട്രക്ക് ചെയ്യലൊക്കെ ഉണ്ടാവും. നമ്മുടെ ചുറ്റിലൊന്നും ട്രക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആരും ഇല്ല ഇവിടെ. നമുക്ക് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. Is there any public transportation bus? അപ്പൊ നമുക്ക് വിഷമ വില്ലേജിലുള്ള അടുത്ത ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് അവിടുത്തെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് വിഷമ വില്ലേജിക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സൂക്ക് വാലി കയറണമെങ്കിൽ 2 വഴികളാണുള്ളത്. അത് ജാക്കാപ്പ വില്ലേജും വിഷമ വില്ലേജും. കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റങ്ങൾ എന്ന് പറയുന്നത് ജാക്കാപ്പ വില്ലേജിനാണ്. അപ്പൊ നമ്മുടെ ഈ ടെന്റും കാര്യങ്ങളും ബാക്ക് ഒക്കെ ആയിട്ട് ആ വഴിയിലൂടെ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ നമ്മള് ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമ വില്ലേജ് ആണ്. സംഭവം കുറച്ച് കിലോമീറ്റേഴ്സ് കൂടുതലാണെങ്കിലും സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ഏകദേശം ഒരു 10 കിലോമീറ്റർ വിഷമ വില്ലേജിക്ക് ഉണ്ട്. അവിടുന്ന് ബേസ് ക്യാമ്പിക്ക് കുറച്ചുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ് അപ്പൊ നമ്മൾ വിഷമ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സൂക്കുവാലിക്കുള്ള എൻട്രി ടിക്കറ്റ് ഒക്കെ കിട്ടുക. ഏകദേശം 1 പേഴ്സണ് 120 ആണ് വരിക ഇവിടെ. അപ്പൊ നമ്മള് വിഷമ വില്ലേജിൽ നിന്ന് സൂക്കുവാലിക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കാൻ പോവാണ്. ഏകദേശം ഒരു 23 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ അതിലൊരു 9 കിലോമീറ്റർ ഇതേ ഈ വണ്ടിയിലാണ് നമ്മൾ ട്രക്കിങ് പോകാൻ പോകുന്നത്. നമ്മുടെ ഗൈഡ് ഇതാ, എവിടെ ഗൈഡ്? ഇതാണ് ഗൈഡ്. ആ ഗൈഡ് ഇതാ മുഖം മറിച്ചോടി. ഇനി നമുക്ക് അതെ, നമുക്ക് 23 കിലോമീറ്റർ ഉണ്ട്. അതായത് അതിലൊരു 9 കിലോമീറ്ററോളം നമുക്ക് ഈ വണ്ടിയിൽ നമ്മൾ പോവാട്ടോ. നോർമലി നമുക്ക് നടന്നിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും, ട്രക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നേരത്തെ എത്തണം. നേരത്തെ എത്തിയാലാണ് ഇവിടെ ഏകദേശം ഒരു 3:30-4 മണിക്ക് നമുക്ക് ഇരുട്ടായി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്താലാണ് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഇരുട്ടാവണായിട്ടും മുന്നേ നമുക്ക് ആ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുള്ളൂ. അത് ടോട്ടൽ 22-23 കിലോമീറ്റർ അല്ലേ. പിന്നെ അതുപോലെ അത്യാവശ്യം ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വണ്ടി ചൂസ് ചെയ്യാം. ഇപ്പോ 1500-2000 ഒക്കെ ഒരു പറഞ്ഞ പോലും നമ്മൾ സംസാരിച്ച് ഒരു 1000 രൂപയ്ക്കൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ ഇവിടെ പേടിപ്പിച്ച് കൊടുത്തിട്ട അവിടെ പോയി ഞാൻ ഗൈഡ് മസ്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തും. ആ പേടിപ്പിക്കലില് ഞങ്ങൾ ചെറുതായിട്ട് വീണിട്ടുണ്ട്. കാരണം അവിടെ പോയിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഈ 9 കിലോമീറ്റർ പോയിട്ട് ഇനി ഗൈഡ് ഇല്ലാണ്ട് കയറാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കുറെ ടീംസുകൾ പറഞ്ഞു, ഇവിടുത്തെ കുറെ മലയാളീസുകളെ കണ്ടപ്പോ അവര് പറഞ്ഞു നമ്മുടെ അടുത്ത് ഗൈഡിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കയറി പൊക്കോ, അവിടെ തിരിച്ച് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതിയെന്ന്. നമ്മുടെ റിക്വസ്റ്റ് അവിടെ ഏറ്റില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ പെട്ടുപോകും. പിന്നെ ഒന്നാമത് നമുക്ക് ടൈമില്ല. കാരണം ഇപ്പൊ തന്നെ ഏകദേശം ടൈം ഒരു 1 മണിയായിട്ടുണ്ട്. 5:30 ഒക്കെ ആകുമ്പോൾ മെയിനായിട്ട് അവിടെ സൺസെറ്റ് വരും. കാരണം ഇവിടെ ക്ലൈമറ്റ് പറഞ്ഞാൽ അങ്ങനെയാണ്, പെട്ടെന്നാണ് സൺസെറ്റ് വരിക, ഇരുട്ടാവുക. അപ്പൊ നമ്മള് സമയം കളയില്ലാത്ത കാരണം വേഗം തന്നെ വണ്ടിയില് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോഴേ നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്, ഒരു 1 മണിക്ക് ആവാറായി. ഈ സമയത്തൊന്നും ആരും ഇവിടെ ട്രക്ക് ചെയ്യലൊക്കെ ഉണ്ടാവും. നമ്മുടെ ചുറ്റിലൊന്നും ട്രക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആരും ഇല്ല ഇവിടെ. ഇപ്പൊ ഇറങ്ങി വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവര് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ലേറ്റ് ആണ്. എന്തായാലും പോയി നോക്കാം നമുക്ക്. അടുത്ത കാര്യങ്ങളൊക്കെ പോണ വഴിക്ക് പറയാതാ. ഗൈസ് അങ്ങനെ നമ്മള് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 50 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഒരു കണ്ടിട്ട് ഒരു 6 കിലോമീറ്റർ ഒക്കെ തോന്നുന്നു. ഇതാണ് ഗൈഡ്. പിന്നെ നമ്മളെ ഗ്യാങ് സെറ്റാണ്. നല്ല സുഖമുണ്ട് ഗൈസ്. ലഗേജ് ലെഗിന് പ്രത്യേകിച്ച് വർക്കൗട്ടിന്റെ ആവശ്യമില്ല. ഞാൻ ആരും ക്ഷീണിതരല്ല. തക്കുടു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ക്ഷീണിക്കുന്നില്ല വയ്യ. അത് നല്ല പട്ടിയിറച്ചി കഴിച്ചില്ല.
നീ ഇനി റെസ്റ്റ് അവിടെ മതി വാ ഇനി എടുത്താലേ പിന്നെ കയറി വീണ്ടായിടോ ആ അല്ലടാ ഇത് 530 മീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ നോക്കണം സുഖമായിരിക്കും. ചത്ത് ചത്ത് നീല കളറാണ് കണ്ടായിരുന്നല്ലോ. ഇത്ര വെയിറ്റ് വെച്ച് ഇത്ര വലിയ ട്രക്കിംഗ് നടത്തുന്ന ആദ്യം രണ്ടാ പറയുമ്പോ ബാഗ് ഒന്നും നമ്മള് സിമ്പിൾ ആയി കയറും. ഇതാണ് ഗൈസ് അവിടുത്തെ വ്യൂ. Still 210 left. 210 meter left. Not 210. It's 250. No. ബൈ. 80, right? Yeah. Oh, yeah. നമ്മളിത് ആ ടോപ്പിലേക്കാണ് പോകുന്നത് ഇവിടുന്ന്. ഏകദേശം അയ്യോ അത് കാണിച്ചൊന്നുമില്ല ഞാനത് കാണാതിരിക്കുന്നു. റോപ്പായിട്ട് ഇങ്ങനെ കയറുന്നതായിരിക്കും നല്ലത്. ഗൈസ് ഇതാണ് നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസ്. നോക്കി ഇനി നമ്മളിത് ഈ വള്ളിയിലേക്ക് കയറിട്ടാണ് മേലെ പോവാൻ. എടുക്കൂ സെലക്ഷൻ എടുക്കും അവിടെ പോയിട്ട് ഡയറക്റ്റ് എടുക്കും ആർമിക്ക് എക്സാം എഴുതണ്ടാന്ന്.